2030 ആവുമ്പോഴേക്കും മനുഷ്യനു പകരം AI ജോലി ചെയ്യുമെന്ന് സ്പീക്കർ AN ഷംസീർ. കോട്ടക്കൽ നഗരസഭ കിസ്മത്ത് ഫൗണ്ടേഷനുമായി സഹകരിച്ച് തുടക്കം കുറിച്ച AI സാക്ഷരതാ മിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നുവരാത്ത മേഖലകളില്ല. മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനും ഇല്ലാത്ത രൂപങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഏതു വിവരവും വിരൽത്തുമ്പിൽ അറിയാൻ നമ്മെ സഹായിക്കുന്ന ഒന്നായി AI ടെക്നോളജി മാറി. എന്നാൽ ഒരേ സമയം ഗുണവും ദോഷവും AIക്കുണ്ട്. ഇവ നൽകുന്ന വിവരങ്ങളെല്ലാം കൃത്യമാവണമെന്ന് ഉറപ്പില്ല. അതിനാൽ സമീപഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് AI ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടക്കൽ അനശ്വര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ MLA ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷനായിരുന്നു. AI സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് ഉദ്ഘാടനം MP അബ്ദുൽ സമദ് സമദാനി നിർവഹിച്ചു. കിസ്മത്ത് ഫൗണ്ടേഷൻ CEO KM ഖലീൽ പദ്ധതി വിശദീകരിച്ചു. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ MD മുത്തു കോഴിച്ചന മുഖ്യാതിഥിയായിരുന്നു. കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ, വൈസ് ചെയർമാൻ C മുഹമ്മദ് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസാഖ് ആലമ്പാട്ടിൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P മറിയാമു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT അബ്ദു, കോട്ടക്കൽ മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ കബീർ തയ്യിൽ, KP അബൂബക്കർ, ഇന്ത്യനൂർ എന്നിവർ സംസാരിച്ചു. വിവിധ ടെക്നോളജി വിസ്മയങ്ങളുടെ ആഘോഷമായി ജൂലൈ 25, 26, 27 തീയതികളിലായി കോട്ടക്കൽ ഫാറൂഖ് കോളേജിൽ നടക്കുന്ന കോട്ടക് ഫെസ്റ്റ് 2025ന്റെ പ്രധാന ഇനമാണ് AI സാക്ഷരതാ മിഷൻ. നഗരസഭയിലെ പ്രായം ചെന്നവർ മുതൽ കുട്ടികൾ വരെയുള്ളവരെ ഏതെങ്കിലും ഒരു AI ടൂൾ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ ജനകീയ ടെക് ഫെസ്റ്റ് ആണ് കോട്ടക് ഫെസ്റ്റ് 2025. 3 ദിവസങ്ങളിലും കോളേജിലെ ക്ലാസ് മുറികളിൽ പ്രായഭേദമന്യേ ആർക്കും വന്നിരുന്ന് AI പഠിക്കാൻ അവസരമുണ്ട്. സമ്പൂർണ്ണ AI സാക്ഷരതയുള്ള ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റിയായി കോട്ടക്കലിനെ പ്രഖ്യാപിക്കലാണ് ലക്ഷ്യം. സ്കൂൾ, വാർഡ് സഭകൾ, അംഗൻവാടികൾ, മാർക്കറ്റുകൾ തുടങ്ങി പൊതു ഇടങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചും വീടുകളിൽ നേരിട്ട് വളണ്ടിയർമാർ എത്തിയും സാക്ഷരത പൂർത്തീകരിക്കും. കോട്ടക്കൽ നഗരത്തിന്റെ ട്രാഫിക്, ജലമാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന ഗവേഷണ പരിപാടികൾ ഫെസ്റ്റിവലിൽ തുടക്കമാകും. MPമാർ, MLAമാർ, IIT പ്രൊഫസർമാർ തുടങ്ങി വിവിധ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന വ്യത്യസ്ത പാനൽ ചർച്ചകളും സംവാദങ്ങളും നടക്കും. പ്രൊജക്ട്, ഹാക്കത്തോൺ, ഐഡിയത്തോൺ മത്സരങ്ങളും വിവിധ എക്സിബിഷനുകളും നടക്കുന്ന ഫെസ്റ്റിൽ 3 രാത്രികളിലും മെഗാ മ്യൂസിക് ഇവന്റുകളും നടക്കും. കോട്ടക്കൽ ഫാറൂഖ് കോളേജ് ഹോസ്റ്റിംഗ് പാർട്ണറായ കോട്ടക് 2025, കുസാറ്റ് സർവകലാശാല, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, തിരൂർ SSM പോളിടെക്നിക് കോളേജ്, ഫെയ്ത്ത് ഫൗണ്ടേഷൻ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളും സഹകരിച്ചാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അപ്പോഴാണ് ഇയാൾ CPM ആണെന്ന് മാറ്റി അപ്ഡേറ്റ്. അതുകൊണ്ട് ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളും ശരിയാണ് ധരിച്ചു വെച്ചേക്കരുത്. എന്നാൽ ഏതാണ്ട് 10-70% വിവരങ്ങൾ ശരിയാ. ഇപ്പൊ 2025 കണക്ക് പ്രകാരം പറയുന്നത് ഏതാണ്ട് 75% സംവിധാനങ്ങളിലേക്ക് AI കടന്നു. 75% ജോലികളിലേക്ക് 2025 AI ഇടപെടാൻ തുടങ്ങും. 2030 75% 2025 AI ഇടപെടുമെങ്കിൽ 2030 25% പ്രവർത്തനങ്ങൾ AI റീപ്ലേസ് ചെയ്യും. 25% ജോലി AI റീപ്ലേസ് ചെയ്യും. അപ്പൊ ആ നിലയിലേക്ക് ആധുനിക സാങ്കേതിക വികാസം പ്രാപിച്ച് മുന്നോട്ട് പോകും. ആധുനിക സാങ്കേതിക വിദ്യ. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.